ഇപ്പം കേരളത്തിൻ്റെ ഒരു ട്രഡീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഒരു 25, 26, 27 വയസ്സ് മുമ്പിൽ കല്യാണം കഴിക്കാറുണ്ട്. അതിപ്പോ ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ. സന്തോഷേട്ടന് ഇപ്പൊ ഏകദേശം 40 വയസ്സിന്റെ ആവുന്നു. അപ്പൊ ആ ഒരു പ്രായത്തില് വിവാഹാലോചന അല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല? അല്ല, എനിക്ക് അങ്ങോട്ട് തോന്നില്ല, അവർക്ക് ഇങ്ങോട്ട് തോന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ലവ് മാരേജ് താല്പര്യം. ഞാൻ പറഞ്ഞു എനിക്ക് ലവ് മാരേജ് അറേഞ്ച് മാരേജ് താല്പര്യമാണ്. അല്ല, ഇനി കല്യാണം നടക്കുന്നില്ല. ഇനി കല്യാണം നടക്കില്ല. ആ സമയത്ത് ഫാദർ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ചേട്ടന് കല്യാണം കഴിച്ച് കാണാൻ ആൾക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ല എന്തായാലും. അപ്പൊ എന്തായിരുന്നു ആ ഒരു സമയത്ത് ഒരു തീരുമാനം? എനിക്ക് വേണ്ടി ആരും കല്യാണം ആലോചിക്കില്ല. കാരണം ഞാൻ എല്ലാം തുറന്നു പറയുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞാൻ പോയിട്ടില്ല. ഫാമിലി മെമ്പേഴ്സ് തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്. എൻ്റെ റിലേറ്റീവ്സ് എല്ലാം എനിക്ക് എതിരാണ്. കാരണം ഞാൻ അവർ ഈ എന്തെങ്കിലും നടന്നതിന് അപ്പം തുറന്നു പറയും. അതുകൊണ്ട് എനിക്ക് പണ്ടുപോലെ ഫാമിലിയിൽ തന്നെ സപ്പോർട്ട് കുറവാണ്. എനിക്ക് ഞാൻ തുറന്നു പറയുന്നതുകൊണ്ടാണ്, എല്ലാം തുറന്നു പറയുന്നതുകൊണ്ടാണ്. നല്ല കമ്പനിയായിട്ട് ആൾക്കാർ സംസാരിച്ചിട്ട് ഇപ്പൊ ചേത്താനായാലും നമ്മുടെ അലിജോസ് ആയാലും പല ആൾക്കാരും നല്ല കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് ഒരു ദേഷ്യം വരുമ്പോ ചേട്ടൻ ചേത്താൻ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. പൊട്ടനെന്ന് പറഞ്ഞു കുറെ ഇൻസൾട്ട് ചെയ്തു. പറഞ്ഞു പോയി സത്യം തന്നെയാണ്. പെരേരെ കൊച്ചാണെങ്കിൽ പറഞ്ഞു പോയി സത്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരാളെ പേഴ്സണലി ചേട്ടനെ വിശ്വസിച്ചൊരു കാര്യം പറയുമ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം തുറന്ന് പറയുന്നത് അവരുടെ ഒരു ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഉള്ള കാര്യമാണ് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യേ. അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്ന എന്തിനാണ്? ചിലവർക്ക് അത് പേഴ്സണൽ ആയിട്ടിരിക്കാൻ താല്പര്യമുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പബ്ലിക് ആയിട്ട് പറയാൻ ചിലർക്ക് അല്ല, അത് തന്നെ കള്ളത്തരായിട്ട് തോന്നുന്നു. എന്തെങ്കിലും ചെയ്തിട്ട് തുറന്ന് സമ്മതിക്കുക. എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? കല്യാണം കഴിച്ച ശേഷം ഞാൻ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. കല്യാണം കഴിച്ച ശേഷം വേറെ അവർ പോകുന്നത് ശരിയല്ല. നിങ്ങൾ അങ്ങനത്തെ പ്ലേ ബോയോ വുമണൈസറാണ്, കല്യാണം കഴിക്കരുത്. കാരണം കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് പിള്ളേരില്ലെങ്കിൽ കുഴപ്പമില്ല. പിള്ളേർക്ക് കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമല്ല. പിള്ളേരില്ലെങ്കിൽ കുഴപ്പമില്ല. ഭാര്യയും ഭർത്താവാണെങ്കിൽ ചേത്താൻ്റെ കേസുള്ള അതാണ്. ഭാര്യയും ഭർത്താവാണ്, അവർക്ക് എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പിള്ളേരുണ്ടാകുമ്പോൾ പിള്ളേരെ ബാധിക്കും. പിള്ളേർ അത് ഇപ്പൊ ഈ അമേരിക്കയിലല്ല, ഈ മിക്ക ഫാമിലീസും ബ്രോക്കൺ ഫാമിലീസാണ്. ടീനേജ് പ്രഗ്നൻസിയുള്ള പറഞ്ഞ പിള്ളേർ അവിടെ സൈക്കാട്രിക് ഇഷ്യൂ വളരെ കൂടുതലാണ്. ഒരുപാട് പിള്ളേർ അഫക്റ്റഡ് ആവുന്നുണ്ട്. ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് വരുമ്പോൾ പിള്ളേർ അഫക്റ്റഡ് ആവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അണ്ണമേനക്കല്ല ഇപ്പം തന്നെ നിയമം പറഞ്ഞത് ഒരു സ്ത്രീക്ക് എത്ര പുരുഷന്മാരുണ്ട്, എന്ത് നിയമമാണ് മനസ്സിലാവുന്നില്ല. സ്ത്രീക്ക് ആവാം, പക്ഷെ പുരുഷന് പാടില്ല. ഒരാണ് ഒരു പെണ്ണിന് നോക്കാൻ പോലും പാടില്ല. പക്ഷെ സ്ത്രീക്ക് എത്ര പുരുഷന്മാരായിട്ട് പ്രണയിക്കാം. പിന്നെ എന്തിനും കല്യാണം കഴിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനും കല്യാണം കഴിക്കുന്നത്? എനിക്ക് മനസ്സിലായി എന്തും മണ്ടൻ നിയമങ്ങളാണ് മനസ്സിലാവുന്നില്ല. കാലം മാറുന്ന അത് എല്ലാ പിന്നെ എന്തിനും കല്യാണം കഴിക്കില്ല. അത് വേണ്ടെന്ന്. ഇപ്പൊ യൂറോപ്പിലൊന്നും ആരും കല്യാണം കഴിക്കില്ല. സൽമാൻ ഖാൻ പറയുന്ന ആള് പുള്ളിക്ക് ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടായി. പുള്ളി കല്യാണം കഴിച്ചില്ലല്ലോ. പുള്ളി കുട്ടികളെ ഉണ്ടാക്കിയില്ല. സൽമാൻ ഖാൻ ചെയ്യുന്ന എന്തെല്ലാം കാര്യമാണ്? അതല്ലേ ചെയ്യേണ്ടത്. അതും ശരിയല്ല. ഇവിടെ സ്ത്രീധനം പെണ്ണുങ്ങളെ ഒരു ഇതിന് വെറും ഫിനാൻഷ്യൽ ആക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നത്. നമ്മൾ വേറെ പറയില്ലേ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കണം. സ്ത്രീധനം നിർത്തിയിട്ട് കുറെ നാളായി. പുള്ളി അത് അറിഞ്ഞിട്ടില്ലോ. സ്ത്രീധനം നിർത്തി അത് പറയാൻ പറ്റില്ല. എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഫിനാൻഷ്യൽ ആക്കാൻ വേണ്ടി. പിന്നെ എന്താ ഇപ്പൊ IIT IIM ഇവിടെ എല്ലാം പാക്കേജ് വെച്ച് കല്യാണം കഴിക്കണം. ഇത്തരം കോടികൾ അവസാനം ഇതൊന്നും നിൽക്കില്ല. ബേസിക് ശരിയാണ്, ജീവിക്കണമെങ്കിൽ കാശ് വേണം. ഫാമിലി നമ്മൾ കാശ് വേണം. ഇത് കാശ് വന്ന് നോക്കിയെങ്കിലും ശരിയാവും. ഇവിടെ IIT IIM പാക്കേജ് വെച്ച് കല്യാണം കഴിക്കുന്നത്. എൻ്റെ എല്ലാം അടിച്ചു വിധിയാണ്. പണം വേണം, പക്ഷെ പണം അതാണ് അമീർ ഖാൻ വേണം. ഐ നീഡ് മണി ബട്ട് മൈ ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് നോട്ട് മണി. പണം വേണം, പക്ഷേ പണം ഡ്രൈവിംഗ് ഫോഴ്സ് ആയി പോയി. IIT IIM ഇങ്ങനെ കല്യാണം കഴിച്ചൊന്നും നടക്കുന്നില്ല. ഡിവോഴ്സ് ആവുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു പെണ്ണിനെ എങ്ങനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങൾ എങ്ങനെ പെണ്ണുങ്ങളെ ട്രസ്റ്റ് ചെയ്യും? എപ്പോഴാ പണി കിട്ടുന്ന പറയാൻ പറ്റില്ല. കാലത്ത് ഇപ്പൊ ആണുങ്ങൾ അനുഭവിക്കുകയാണെന്ന്. പെണ്ണുങ്ങൾക്ക് എല്ലാ നിയമവും അനുകൂലമാണ് പറയുന്നുണ്ട്. എത്ര പണി, പക്ഷെ ഒരാളെ നോക്കിയ പ്രശ്നമാണ്. അതാണ് ഒരാളെ വീഡിയോ ഇട്ടു, അത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. ആ പുരുഷനാണ് പ്രശ്നം, പെണ്ണിന് എന്തും ചെയ്യാം. എന്ത് പരിപാടിയാണത്? ഇനി എങ്ങനെ ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റും നമുക്ക്? എപ്പോഴാണ് പണി കിട്ടുന്ന ആർക്കറിയാം. എനിക്ക് പണി കിട്ടിയില്ലേ? ഒരു ട്രാൻസ്ജെൻഡറിനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇല്ല. എൻ്റെ പേരിൽ വന്നില്ലേ ഒരു ദിവസം വഴി എൻ്റെ ഫോട്ടോ വന്നത്? എന്ത് പരിപാടിയാണ് ഇത്? വേറൊരാൾക്കാണ് ആത്മഹത്യ ചെയ്ത് തന്നെ. ഞാൻ എന്താണ് എൻ്റെ റേപ്പ് കേസ് അങ്ങനത്തെ അതൊന്നും വ്യക്തി വേണ്ട, ആളെ കണ്ടിട്ടുള്ളൂ ഇല്ല. എന്ത് ചെയ്യാനാണ്? വേറൊരാൾക്കാരാണ് ആത്മഹത്യ ചെയ്ത് തന്നെ.